ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാൻ 250 കോടി എത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ പറയുന്നത് നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. 250 കോടി എത്തി. അതിലേക്ക് തന്നെ അതിൻ്റെ ക്ലാഷനും അതിൻ്റെ ബുക്കിങ്ങും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും മറച്ച് പറയാൻ പറ്റില്ല. 250 കോടി എത്തിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അത് എത്തിയെന്നേരം നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ആരും ഒരു എയർടെൽ ഫാൻസുകാരും ഇതിനകത്ത് കമൻ്റ് ഇടണ്ട, 250 കോടി എത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എത്തിയിട്ടില്ലെന്ന് തന്നെ വെച്ചു. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് എത്തിയാലും ഇല്ലെങ്കിലും അതിനെ മറികടന്നിട്ടുണ്ട് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇപ്പോൾ എമ്പുരാൻ തന്നെയാണ് ഇൻഡസ്ട്രി ഹിറ്റ്, അത് സമ്മതിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് 180 മുതൽ 200 കോടി 200 കോടിക്ക് വെളിയിൽ പോയിട്ടുണ്ടെന്ന് ഒരു ചെറിയ വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഗോപാലൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു 180 കോടിയോളം മുടക്കിയെടുത്ത സിനിമയാണ്. അതുപോലും പൃഥ്വിരാജിൻ്റെയും ലാലേട്ടൻ്റെ സാലറി കണക്ക് കൂട്ടാതെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ 200 കോടി തന്നെ. എന്നാലും നമുക്ക് 180 കോടി വെച്ചാൽ പോലും ഈ സിനിമയ്ക്ക് 180 × 3 തിയേറ്റർ കളക്ഷൻ വരണം. 180 × 3 ആകുമ്പോഴത്തേക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 80, 240, 540 കോടി രൂപ ഇതിൻ്റെ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് പിരിഞ്ഞു വന്നാൽ മാത്രമേ ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവുകയുള്ളൂ. ഈ സിനിമയ്ക്ക് ഇപ്പം വന്നിരിക്കുന്ന 250 കോടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 280 കോടി വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം 280 കോടി മാക്സിമമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം വ്യാഴാഴ്ച വരെ ബുധനാഴ്ച വരെ ഈ സിനിമയ്ക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ബുക്കിംഗ് കാണും. പക്ഷേ വ്യാഴാഴ്ച തൊട്ട് ഈ സിനിമ അല്ലെങ്കിൽ വെള്ളിയാഴ്ച തൊട്ട് ഈ സിനിമ വരെ ബുക്കിംഗ് കുറയും, നല്ല രീതിയിൽ കുറയും. ഇപ്പോഴും ഒരുവിധ ആവറേജ് ആയിട്ട് പോകുന്നുണ്ട് സിനിമയ്ക്ക്. ഞാൻ നോക്കിയപ്പോൾ 23,000 ടിക്കറ്റ് എന്നോണം 24 മണിക്കൂറിൽ വിറ്റിരിക്കുന്നത്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ 38,000 ടിക്കറ്റാണ് 24 മണിക്കൂർ വിറ്റിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു. പക്ഷേ തിയേറ്ററുകളിലെല്ലാം പച്ച തെളിഞ്ഞ് കിടക്കുകയാണ്. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് തിയേറ്റർ നോക്കാം, ഞാൻ ഇപ്പോഴും ഞാൻ നോക്കി, എല്ലാം പച്ച തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം അത് വെറുതെ അല്ല പച്ച തെളിഞ്ഞ് കിടക്കുന്നതെന്ന് വെച്ചാൽ സിനിമയെ കാണാനുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. എത്ര മലയാളികളുണ്ട്? 100 മലയാളികളുണ്ടെങ്കിൽ 100 പേര് പോയി സിനിമയ്ക്കുള്ളൂ. അതായത് 100 പേരും 2-3 ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി ഇല്ല. അതുകൊണ്ടാണ് അത് പച്ച തെളിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 280 കോടി രൂപ വെച്ചാൽ പോലും ഇതിൻ്റെ 280/3 ആയിരിക്കും ഇതിൻ്റെ പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. ഞാൻ ഏറ്റവും മാക്സിമം പറഞ്ഞത്. കാരണം ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളതൊക്കെ അവർ 30 കോടി രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞു. എന്നാൽ പോലും ഞാൻ അങ്ങനെ പറയട്ടെ, ഈ /3 300 കോടി 300 കോടി വെച്ചാൽ പോലും 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 100 കോടി രൂപയായിരിക്കും പ്രൊഡ്യൂസറിന് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഷെയർ. അപ്പം ഇതിൻ്റെ അവർ പറയുന്ന പ്രകാരം 180 കോടി രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഇത് കൂടാതെ ആണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് 80 കോടി രൂപയോളം തിയേറ്റർ ലോസ് സംഭവിക്കും. 80 കോടി രൂപ ഒരു ബിസിനസ്സിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടതുണ്ട്. ബിസിനസ്സിൽ നിന്ന് ചിലപ്പം 80 കോടി രൂപ കിട്ടുമെന്ന് തന്നെ വയ്ക്കാം. എന്നാൽ പോലും ഈ സിനിമ ലാഭത്തിലോട്ട് പോകില്ല. ലാഭത്തിലോട്ട് പോകില്ല. നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയാൽ ഭാഗ്യം എന്നുള്ള രീതിയിൽ ഇപ്പം നിൽക്കുകയാണ്. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഈ സിനിമ ഉറപ്പായിട്ടും നഷ്ടത്തിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഇത്രത്തോളം എത്തിയത് ഇതിൻ്റെ ആൾക്കാരുടെ പ്രശംസയും ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ബുക്കിങ്ങുകൾ ലഭിച്ചു. നല്ല രീതിയിൽ ആൾക്കാർ കണ്ടു. കാണേണ്ടവരെല്ലാം ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഈ സിനിമ ഏറ്റെടുത്ത് കണ്ടു കഴിഞ്ഞു. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് അറിയപ്പെടാൻ പോകുന്നത് മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റും ഒരു പടം തന്നെ ഇൻഡസ്ട്രിയൽ ഹിറ്റും ആ പടം തന്നെ ആ ഇൻഡസ്ട്രിയിൽ ആ വർഷത്തെ ഏറ്റവും ഫ്ലോപ്പ് പടവും രണ്ടും ഒരു പടമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും കാണുന്നു. ഞാൻ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞ കണക്കിനകത്ത് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. 180 കോടി രൂപയോളം എന്തായാലും ഇപ്പം നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 100 കോടി രൂപ പ്രൊഡ്യൂസറിന് ഗ്രോസ് വന്നു. അവർ പറയുന്ന പ്രൊഡ്യൂസറിന് ഗ്രോസ് വന്നെന്ന് പറഞ്ഞത് അവർ ഔട്ട്സൈഡ് ഇന്ത്യയും കൂടി ചേർത്താണ്. ഔട്ട്സൈഡ് ഇന്ത്യ 30 കോടി രൂപ വിറ്റ് കഴിഞ്ഞു. ഈ 30 കോടിയെ പ്രൊഡ്യൂസറിനുള്ളൂ. എന്നിട്ട് നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ /3 ഇട്ടു. അതെങ്ങനെയാണ് അവർ പ്രൊഡ്യൂസറിന് 100 കോടി വന്നതെന്ന് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം 250 കോടി ക്ലബ്ബിലെത്തി എന്ന് പറയുന്ന സിനിമയ്ക്ക് 100 കോടി രൂപ പ്രൊഡ്യൂസറിന് വന്നെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് വന്നതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 300 കോടി എത്തിയാൽ പോലും അതിൻ്റെ 100 കോടി രൂപയെ കിട്ടുള്ളൂ. അത് അവർ 100 കോടി കിട്ടിയെന്ന് പറഞ്ഞിട്ടും 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് 250 കോടി ക്ലബ്ബിലെത്തി എന്ന് പറഞ്ഞ സിനിമയുടെ റിപ്പോർട്ട് വന്നത്. എനിക്കറിഞ്ഞൂടെ സിനിമയുടെ സത്യാവസ്ഥ എന്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. അത് പ്രീ ബിസിനസ്സായിട്ട് 100 കോടി രൂപ നേടിയെന്ന് പറഞ്ഞാണ് അതിൻ്റെ പരസ്യം പത്രങ്ങളിൽ പോലും വന്നത്, മുഖ്യധാര മാധ്യമങ്ങളിൽ പോലും വന്നത്. അപ്പം എങ്ങനെയാണ് ഈ സിനിമയുടെ പോക്കെന്ന് ഞാൻ എൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിയേറ്റർ ലോസും ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹിറ്റും മലയാളത്തിലെ ഒന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.